ഹല്ലേലൂയ, സ്തോത്രം. നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ഒരു നല്ല ഞായറാഴ്ച ദിവസം നമുക്കെല്ലാം പരസ്പരം കാണാൻ ദൈവം സഹായിച്ചല്ലോ. യൂട്യൂബിലും വചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കളെയും ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. നിങ്ങൾ സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ഈ നാളുകളിൽ അഭിഷേകത്തെക്കുറിച്ചാണല്ലോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് അഭിഷേകം? എന്തിനാണ് ദൈവം നമുക്ക് അഭിഷേകം തരുന്നത്? അഭിഷേകം എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്? അഭിഷേകം എങ്ങനെയാണ് നമ്മുടെ അകത്തെ മനുഷ്യനിലും പുറത്തെ മനുഷ്യനിലും ഒക്കെ വർക്ക് ചെയ്യുന്നത്? അഭിഷേകം എങ്ങനെയാണ് നമ്മളെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ശക്തരാക്കുന്നത്? ഇതെല്ലാമാണ് കഴിഞ്ഞ നാളുകൾ മുതൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് ഒരു വചനം വായിക്കാനായി ആഗ്രഹിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പറഞ്ഞാട്ടെ, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ഇന്ന് പകൽക്കാലം നമ്മൾ വിശ്വസിക്കാനായിട്ട് തയ്യാറാകണം. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരുമ്പോൾ എൻ്റെ രീതികൾ മാറുകയാണ്. അകമേയും പുറമേയും പരിശുദ്ധാത്മാവ് എന്നെ മാറ്റാനായിട്ട് ഇടയാകുന്നു. ഒരേ സമയം തന്നെ എൻ്റെ അകത്തെ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നു. അതുപോലെ തന്നെ എൻ്റെ പുറമേ അഭിഷേകം വ്യാപരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരെ മാറ്റാനും മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷിപ്പാനും പരിശുദ്ധാത്മാവിനെ ശക്തരാക്കുന്നു. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. വായിച്ചാണ്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കണം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമ്മൾ നോക്കിയാൽ അനേകർ പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിലാണ്. അനേകരുടെ ഹൃദയം ഇന്ന് ഇരുട്ടിൻ്റെ അവസ്ഥയിലാണ്. അവർ കാണാൻ കഴിയുന്നില്ല. എന്ത് കാണണമെന്ന് അവർക്കറിയില്ല. ഹല്ലേലൂയ. അപ്പോൾ ഈ ലോകം മൊത്തം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ സൂര്യൻ്റെ വെളിച്ചമല്ലാതെ മറ്റൊരു വെളിച്ചം ഉണ്ടോ എന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ഈ വെളിച്ചം എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ വെളിച്ചവും ഇരുട്ടെന്ന് പറഞ്ഞാൽ രാത്രിയുമാണ്. അതല്ലാതെ ആത്മമണ്ഡലത്തിൽ നമ്മൾ ഇരുട്ടെന്ന് പറഞ്ഞാൽ, അന്ധകാരം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പിശാചിൻ്റെ അടിമത്വത്തിൽ അല്ലെങ്കിൽ പാപത്തിൽ കിടക്കുന്ന ഒരു അന്തരീക്ഷത്തെയാണ്. അപ്പോൾ നമുക്ക് ഈ പാപത്തിൽ കിടക്കുന്നവരെ ജീവനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, അന്ധകാരത്തിൽ കിടക്കുന്നവരെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ വെറുതെ പറ്റത്തില്ല. നമുക്കൊരു അഭിഷേകം ആവശ്യമാണ്. ഈ അഭിഷേകം ഇല്ലാതെ നമുക്കൊരിക്കലും കുരുട്ട് കണ്ണുകളെ തുറക്കാനായിട്ട് കഴിയില്ല. നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, യേശുക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം ശോഭിപ്പാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ പിശാചിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു എന്ന് യേശു പറയുന്നുണ്ടല്ലോ. തൻ്റെ ക്രൂശീകരണ സമയത്തിന് മുമ്പേ താൻ പറയുന്നുണ്ട്, ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവുമില്ല എന്ന് പറയുന്നുണ്ട്. അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നെന്ന് യോഹന്നാൻ എഴുതിയ ലേഖനങ്ങളിലും പറയുന്നുണ്ട്. സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. അപ്പോൾ ഈ ലോകത്തിൻ്റെ ദൈവം എന്ന് പറയുന്നത് പിശാചാണ്. ഈ പിശാചിൻ്റെ പ്രധാന പണി എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരുടെയും ഹൃദയം കുരുടാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് അവർ ചിന്തിക്കും അവർ ഇന്ന് ജീവിക്കുന്നത് വെളിച്ചത്തിലാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളൊരു ഇരുട്ടുള്ള മുറിയിലായിരുന്നാൽ നമുക്ക് അറിയാനായി സാധിക്കും ഞാൻ വെളിച്ചത്തിലല്ലെന്നുള്ളത്. കാരണം എനിക്ക് ഇരുളും വെളിച്ചവും തിരിച്ചറിയാം. ലൈറ്റുള്ള മുറിയിൽ എനിക്കറിയാം ഇത് വെളിച്ചമുള്ള മുറിയാണ്. ഇരുട്ട് തന്നാൽ എനിക്കറിയാം ഇത് ഇരുട്ടുള്ള മുറിയാണ്. എന്നാൽ ഒരു കുരുടനായ മനുഷ്യനായിരുന്നാലോ, അവനെ ഇരുട്ടിൽ കൊണ്ട് നിർത്തിയാലും അവൻ ഇരുട്ട് തന്നെയാണ്, വെളിച്ചത്ത് കൊണ്ട് നിർത്തിയാലും അവൻ ഇരുട്ട് തന്നെയാണ്. അപ്പം അതുപോലെയാണ് ഇന്ന് നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന എല്ലാ മനുഷ്യരുമായിരിക്കുന്നത്. അവരെല്ലാം ചിന്തിക്കുന്നത് അവർ വെളിച്ചത്തിൽ ജീവിക്കുന്നു എന്നാണ്. എന്നാൽ യേശുവിനെ അറിഞ്ഞ ഒരു വ്യക്തി മാത്രമാണ് വെളിച്ചത്തിലേക്ക് വന്നിട്ടുള്ളത്. യേശുവിനെ അറിയാത്ത എല്ലാവരും ഇന്ന് എവിടെയാണ് ഇരിക്കുന്നത്? ഇന്നും ഇരുട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് വചനം ഇങ്ങനെ പറയുന്നത്, അവൻ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു അനുഭവത്തിലേക്ക് എല്ലാ വ്യക്തികളെയും നമുക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരു പരിശുദ്ധാത്മ ശക്തി നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ വചനത്തിൽ പറയുന്നു, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കണം. അപ്പോൾ അനേകരെ ഇന്ന് പിശാച് തടവിലാക്കി വെച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരു ദൈവദാസൻ ഒരു ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ഭവനത്തിലെ അവസ്ഥ ഒത്തിരി മോശമായിരുന്നു. ആ ഭവനത്തിലുള്ള എല്ലാവരും 30 വയസ്സാകുമ്പോൾ മരണപ്പെടുകയാണ്. ആ ഭവനത്തിലെ ആൺകുഞ്ഞുങ്ങളെല്ലാം 30 വയസ്സായപ്പോൾ എന്ത് ചെയ്യുന്നു? മരണപ്പെട്ടു പോകുന്നു.
അപ്പോൾ എന്താണ് കാരണമെന്ന് അവിടെയുള്ള ആർക്കും അറിയില്ല. അവരുടെ എല്ലാം ജാതകം എഴുതിച്ചിട്ടുണ്ട്. അതിലെല്ലാം പറയുന്നത് 30 വയസ്സിനപ്പുറത്തേക്ക് ഈ കുടുംബത്തിലെ ഒരു ആൺകുട്ടി പോലും ജീവിച്ചിരിക്കില്ല. അവിടെയുള്ളത് 7-8 മക്കളെല്ലാം ആണുങ്ങളാണ് താനും. പക്ഷെ അവരൊന്നും 30 വയസ്സിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നില്ല. 27-28 വയസ്സാകുമ്പോൾ എന്തെങ്കിലും രോഗങ്ങൾ വന്ന് മരിച്ചു പോകുന്നു. ആ ഭവനത്തിലെ അപ്പനും മരിച്ചു പോകുന്നു. അന്ന് ആ ഒരു പാസ്റ്റർ ആ ഭവനത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു കുഞ്ഞ് മരിക്കാൻ വേണ്ടി മരണത്തോട് മല്ലിട്ടുകൊണ്ട് ഒരു യുവാവ് ആ ഭവനത്തിലായിരിക്കുകയാണ്. ആ ദേവദാസന ഭവനത്തിലേക്ക് ആത്മാവിൻ്റെ ശക്തിയോടെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ജാതകത്തെ എല്ലാം ക്യാൻസൽ ചെയ്ത് കളയുന്നുണ്ട്. അതുവരെ പിശാചിന് പ്രവർത്തിക്കാൻ അവരുടെ ജീവിതത്തിലെ ജാതകത്തിലൂടെ കഴിയുമായിരുന്നു. അന്ന് ആ ദേവദാസൻ അഭിഷേകത്തോടെ വന്ന് ആ കുടുംബത്തിലെ കെട്ടുകളെ അറുത്തുവിട്ടപ്പോൾ പിന്നെ ആരും ആ ഭവനത്തിൽ മരിച്ചിട്ടില്ല. പക്ഷെ ജാതകം എഴുതിയിരുന്ന എങ്ങനെയാണ്? എല്ലാവരും 30 വയസ്സിനകത്ത് മരിക്കും എന്നുള്ളതാണ്. എന്നാൽ എപ്പോഴാണോ ആ ബന്ധനത്തെ തകർത്ത് കളഞ്ഞത്, ആ ഇരുട്ടിൻ്റെ ആത്മാവിനെ ആ ഭവനത്തിൽ നിന്ന് ഓടിച്ചത്, അന്നു മുതൽ പിന്നെ പിശാചിന് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയാതെയായി. അപ്പോൾ നമുക്ക് എന്തിനും അഭിഷേകം ആവശ്യമാണ്. ഈ അഭിഷേകത്തോടെ ചിലതിന് നേരെയൊക്കെ കൽപ്പിക്കാനായിട്ട് നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയുന്ന, സമാധാനത്തെ കെടുത്തിക്കളയുന്ന ഇരുട്ടിൻ്റെ ശക്തികളോട് നമുക്ക് പോരാടി ജയിക്കണമെങ്കിൽ ഇതുപോലൊരു അഭിഷേകം ആവശ്യമാണ്. എത്രയോ കുടുംബങ്ങളെ ഇന്ന് പിശാച് തകർത്ത് കളയുന്നെന്നറിയാമോ? ഈ അഭിഷേകം അവരുടെ കുടുംബത്തിൽ ഇല്ലാത്തത് കൊണ്ട് അവർക്കതിനെ ജയിക്കാനായി കഴിയുന്നില്ല. എന്നാൽ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ ഈ നാളുകളിൽ നിറയുന്നെങ്കിൽ, ഈ അഭിഷേകത്താൽ നിറയുന്നെങ്കിൽ, നിങ്ങളുടെ ഭവനത്തിൽ വ്യാപരിക്കുന്ന ഇരുട്ടുകളെ നിങ്ങൾക്ക് സ്വയം ശാസിച്ച് പുറത്താക്കാൻ കഴിയും. നിങ്ങളുടെ ഭവനത്തിൽ വ്യാപരിക്കുന്ന ചില പൈശാചിക അന്ധകാര മണ്ഡലങ്ങളുടെ ശക്തികളെ സ്വയം നിങ്ങൾക്ക് ശാസിച്ച് പുറത്താക്കി നിങ്ങളുടെ കുടുംബത്തിനകത്തേക്ക് സന്തോഷത്തെയും സമാധാനത്തെയും സമൃദ്ധിയെയും കൊണ്ടുവരുവാനായി കഴിയും. ഹല്ലേലൂയ. വചനം പറയുന്നു, പിശാച് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിക്കാനുമാണ്. സകലത്തെ അവൻ കവർന്നുകൊണ്ട് പോകുമെങ്കിൽ യേശു വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ തരാനും അത് സമൃദ്ധിയായി തരാനുമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരുമ്പോഴുണ്ടല്ലോ, എൻ്റെ ഹൃദയം ആദ്യം പ്രകാശിക്കാനായി തുടങ്ങും. എൻ്റെ ഹൃദയത്തിലെ ഇരുട്ടുകൾ നീങ്ങിപ്പോകും. ഞാനൊരു പ്രകാശമായി മാറുമ്പോൾ എന്നിലൂടെ ആ പ്രകാശം മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങും. ഒരിക്കൽ കൂടി നമുക്ക് ആ വാക്യം വായിക്കാം. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കണം നിങ്ങൾ. ഹല്ലേലൂയ. നമ്മൾ സുവിശേഷം പറയുമ്പോൾ, ഈ ആത്മാവ് ഉള്ളിലേക്ക് വരുമ്പോൾ, നമ്മളൊരു വ്യക്തിയുടെ അടുത്തേക്ക് എത്തി അവനോട് സുവിശേഷം പറഞ്ഞാൽ നിങ്ങളിലൂടെ വ്യാപരിക്കുന്നത് ആ പരിശുദ്ധാത്മാവാകൊണ്ട് അവൻ ആ കെട്ടുകളെല്ലാം പൊട്ടി സകല മുഖങ്ങളെയും തകർന്നുകൊണ്ട് പുറത്തേക്ക് വരുവാനായിട്ടിടയായി തീരും. ഹല്ലേലൂയ. നിങ്ങൾ ചിലരെല്ലാം പറയുന്നുണ്ട്, ഇല്ല സിസ്റ്ററെ എനിക്കിതിനൊന്നും കഴിയില്ല, എനിക്ക് ഒത്തിരി കുറവുകളുണ്ട്, ഒത്തിരി ബലഹീനതകളുണ്ട്, ഒത്തിരി രോഗങ്ങളുണ്ട്, ഒത്തിരി ഭാരങ്ങളുണ്ട്, ഒത്തിരി പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്, ഞാൻ ഈ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല, എങ്ങനെ എനിക്ക് മറ്റൊരാളെ രക്ഷിക്കാൻ കഴിയും? ഹല്ലേലൂയ. എല്ലാം തികഞ്ഞവരായി ഒരിക്കലും നമുക്ക് ശുശ്രൂഷയ്ക്ക് ഇറങ്ങാനായിട്ട് കഴിയുകയില്ല. ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ കർത്താവ് പറഞ്ഞു ശിഷ്യന്മാരോട്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, ഹല്ലേലൂയ, നിങ്ങൾ കുറവുള്ളവരായിരിക്കാം, മീൻപിടുത്തക്കാരായിരിക്കാം, ഒരുപക്ഷെ വചനത്തെക്കുറിച്ച് ജ്ഞാനമില്ലാത്തവരായിരിക്കാം, സ്വർഗീയമായ മർമ്മങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലായിരിക്കാം. പക്ഷേ ഈ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ഹല്ലേലൂയ. ഇതത്രേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളുടെ ജീവിതങ്ങൾ മാറും, ശൂന്യതകൾ മാറും. ഹല്ലേലൂയ. നിങ്ങളുടെ കുറവുകൾ ഉണ്ടെങ്കിൽ കുറവുകളെ നിറവാക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ബലം ഇന്ന് രാവിലെ സമയം നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിലേക്ക്, നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് വ്യാപരിക്കുമ്പോൾ നിങ്ങളുടെ കുറവുകളിലെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ബലം തികഞ്ഞു വരുവാനായിട്ടിടയായി തീരും. ഹല്ലേലൂയ. ഏതേത് സാഹചര്യത്തിൽ നിങ്ങൾ നീർന്നവരായിരുന്നാലും, ഏതേത് അവസ്ഥയിലായിരുന്നാലും പരിശുദ്ധാത്മാവ് നിശ്ചയമായും നിങ്ങളെ ആ അവസ്ഥകളിൽ നിന്നെല്ലാം പുറത്തേക്ക് കൊണ്ടുവരും. ഹല്ലേലൂയ. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ അവസ്ഥകളെ കുടഞ്ഞു കളഞ്ഞിട്ട്, നമുക്കറിയാമല്ലോ വീട്ടിൽ കുറേ
കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനം നമ്മളത് എടുക്കാതെ ഒരിടത്ത് വെച്ചിരുന്നാൽ അതിൻ്റെ മേലെല്ലാം പൊടി പിടിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്കത് കയ്യിലെടുക്കുമ്പോൾ തന്നെ നമ്മുടെ കരങ്ങളിലൊക്കെ പൊടിയാകും. അതുപോലെ ഞാൻ കാണുന്നു ചില ജീവിതങ്ങൾ അപ്പാടെ അങ്ങ് പൊടി പിടിച്ചിരിക്കുക. കർത്താവിന് വേണ്ടി ശോഭിക്കാൻ കഴിയാതെ പിശാച് ഇരുട്ടിലാക്കിയിട്ടിരിക്കുന്ന ചില ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ സമയം പറയുന്നു, ആ പൊടിയെ തട്ടി കൊടഞ്ഞു കളഞ്ഞ് നിങ്ങളുടെ പ്രതിസന്ധികളെ കൊടഞ്ഞു കളഞ്ഞ് എഴുന്നേൽക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, അതിനുള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ പകരുവാൻ ആഗ്രഹിക്കുന്ന ആത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ചില തടസ്സങ്ങൾ നിങ്ങളെ വിട്ട് തനിയെ മാറിപ്പോകാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. പ്രതിസന്ധികൾ നിങ്ങളെ വിട്ട് തനിയെ ഓടിപ്പോകാനായിട്ട് ഇടയായി തീരും. പ്രതികൂലങ്ങൾ നിങ്ങളെ വിട്ട് തനിയെ മാറിപ്പോകാനായിട്ട് ഇടയായി തീരും. നിങ്ങൾ എഴുന്നേൽക്കുക. ഹല്ലേലൂയ. പ്രതികൂലങ്ങളെ നോക്കിക്കൊണ്ടിരിക്കാതെ, പ്രതിസന്ധികളെ നോക്കിക്കൊണ്ടിരിക്കാതെ, തടസ്സങ്ങളെ നോക്കിക്കൊണ്ടിരിക്കാതെ, പ്രശ്നങ്ങളെ നോക്കിക്കൊണ്ടിരിക്കാതെ, ചില വെല്ലുവിളികളെ നോക്കിക്കൊണ്ടിരിക്കാതെ നിങ്ങൾ യേശുവിന് വേണ്ടി എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ പ്രഭാതത്തിൽ നിങ്ങൾ പറയുക, ഹല്ലേലൂയ, അതേ കർത്താവേ, ഞാൻ അങ്ങേക്ക് വേണ്ടി പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നു. ആ ആത്മാവിനാൽ എന്നെയും നിറയ്ക്കണമേ, ആ തീയാൽ എന്നെയും നിറയ്ക്കണമേ, സ്വർഗീയ തീയാൽ എന്നെയും നിറയ്ക്കണമേ. ഇന്ന് പ്രഭാതത്തിൽ എത്ര പേർക്ക് ഇന്ന് ഈ രാവിലെ സമയം പറയാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. അവരെ ദൈവം ഈ നാളുകളിൽ ആത്മാവിനാൽ നിറയ്ക്കുവാനായി പോകുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ആത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞാൽ സാഹചര്യങ്ങളെ നോക്കാതെ നിങ്ങൾക്ക് ഓടാൻ പറ്റും. അങ്ങനെ ഒരു ബലം നിങ്ങളിൽ വ്യാപരിക്കും. അഭിഷേകത്തിൽ നിങ്ങൾ ജ്വലിക്കുമ്പോൾ കുരുട്ട് കണ്ണുകളെ തുറക്കുവാനുള്ള ഒരു ബലം ദൈവം നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. ഇന്ന് അനേകർ കണ്ണുകൾ അടഞ്ഞിരിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, ആത്മീക അന്ധത ലോകത്തിൽ പടർന്നിരിക്കുന്നെങ്കിൽ കർത്താവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. നീ എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അന്ധകാരം ഈ ഭൂമിയെ മൂടും, കൂരിട്ട് ഈ ജാതികളെ മൂടും. ഹല്ലേലൂയ. എന്നാൽ നിന്റെ മേലോ യഹോവ ഉദിക്കും. ഹല്ലേലൂയ. നമ്മുടെ മേൽ ദൈവം ഉദിച്ചിരിക്കുന്ന കൊണ്ട് എവിടെ ഇരുട്ട് വ്യാപരിച്ചാലും നമുക്കത് പ്രശ്നമല്ല. സകല ഇരുട്ടുകളെ മാറ്റുവാൻ ഒറ്റ വെളിച്ചം മതി. ഹല്ലേലൂയ. നമ്മളതുകൊണ്ട് പ്രകാശിക്കുന്നവരായി എഴുന്നേൽക്കണം. ഈ അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് സകല കുരുട്ട് കണ്ണുകളെയും തകർക്കുവാൻ, ബന്ധനങ്ങളെ അഴിച്ചു കളയുവാൻ, ഹല്ലേലൂയ, രോഗശക്തികളെ പുറത്താക്കുവാൻ ഉള്ള അധികാരം ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. യേശു പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അവ ഒരു നാളും നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വിശ്വസിക്കാനായിട്ട് ഇടയായി തീരുക. നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തി, നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ പവർ. ഹല്ലേലൂയ. ആ ശക്തിയോടെ നമ്മൾ ഈ നാളുകളിൽ ഇറങ്ങുകയാണെങ്കിൽ സകലത്തെയും തോൽപ്പിക്കാനായിട്ട് നമുക്ക് കഴിയും. സകല അന്ധകാര പൈശാചിക മണ്ഡലങ്ങളെയും തോൽപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് വരാനായി കഴിയും. കാരണം യേശു പാതാള ഗോപുരങ്ങളെ തകർത്തവനത്രേ, ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന കർത്താവ് പറഞ്ഞത്. ദൈവം പണിയുകയാണെങ്കിൽ നമുക്ക് കൂടെ നിന്നാ പോരെ. ഹല്ലേലൂയ. ദൈവമാണ് പണിയുന്ന ആളെങ്കിൽ ഒരിക്കലും ഒരു പാതാള ഗോപുരത്തിനും അതിനെ ജയിക്കാനായി കഴിയുകയില്ല. ദൈവം പണിതുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഈ ആത്മാവിന്റെ ഒരു അഭിഷേകം എന്നിൽ നിറയ്ക്കണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ ദേശത്ത് നോക്കിയാട്ടെ, എത്രയോ പേർ മദ്യപാനത്തിന് അടിമപ്പെട്ട് കിടക്കുന്നു. എത്രയോ തലമുറകൾ തെറ്റിലേക്കും പാപത്തിലേക്കും പോകുന്നു. എത്രയോ പേർ ദൈവത്തെ അറിയാതെ ജീവിക്കുന്നു. എങ്ങനെയോ ജീവിച്ചു പോകണമെന്ന് പറഞ്ഞ് ഒരു ലക്ഷ്യമില്ലാതെ ജീവിക്കുന്നവർ എത്രയോ പേർ. അവരെ നോക്കിക്കൊണ്ട് നമുക്ക് പറയാൻ കഴിയുമോ? ആത്മാവിൽ പ്രവചിക്കാൻ കഴിയുമോ? ഇവരെല്ലാം ഒരു സൈന്യമായി എഴുന്നേൽക്കണം. ഹല്ലേലൂയ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ ആത്മാവിൽ പ്രവചിച്ചിടാൻ എന്ന് നിങ്ങൾ പറഞ്ഞാൽ, ഹല്ലേലൂയ, അങ്ങനെ ഒരു പ്രവചന ശക്തിയോടെ ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പാടുന്നില്ലയോ, അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി
ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാലാഭിഷേകം സകല ജഡത്തിന്മേലും. കൊയ്ത്തുകാല സമയമല്ലോ, ഇനി ആത്മാവ് നിറയ്ക്കണമേ. അന്ത്യകാലാഭിഷേകം സകല ജഡത്തിന്മേലും. കൊയ്ത്തുകാല സമയമല്ലോ, ഇനി ആത്മാവ് നിറയ്ക്കണമേ. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയാനായി കഴിയും, എന്നെ ആത്മാവിനാൽ നിറയ്ക്കണം കർത്താവേ. ഓ, ഇത് അന്ത്യകാലമായതിനാൽ ഹല്ലേലൂയ ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കാൻ എന്നിലൂടെ എൻ്റെ കർത്താവേ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളിലൂടെ ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് കഴിയും. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ജീവിതങ്ങളെ ദൈവത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ ചിന്തിക്കും, അയ്യോ ഞാനേ തകർന്നും നുറുങ്ങിയും ഇരിക്കുകയാണല്ലോ. ഒരു കുഴപ്പമില്ല. ഹല്ലേലൂയ. സ്തോത്രം ചെയ്തുകൊണ്ട് പറഞ്ഞാട്ടെ, കർത്താവേ അനേകം തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസം പകരാൻ, ഹല്ലേലൂയ വിഷണ്ണ മനസ്സുകൾക്ക് സ്തുതി എന്ന മേലാട പകർന്നു കൊടുപ്പാൻ, കണ്ണുനീരിൽ കുതിർന്നിരിക്കുന്നവർക്ക് ആനന്ദ തൈലം പകരാനായിട്ട് എന്നെയും കൂടെ ഉപയോഗിക്കണേ കർത്താവേ. അനേക ഭവനങ്ങളിൽ നിന്ന് ആത്മഹത്യയുടെ വക്കിലായിരിക്കുന്നെങ്കിൽ കർത്താവിനോട് പറഞ്ഞാട്ട് എന്നെ അയക്കണമേ അവരെ ആശ്വസിപ്പിക്കാനായിട്ട്. ഹല്ലേലൂയ. ഞാനും ജീവിതത്തിൻ്റെ ഒരു സമയത്ത് ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോൾ ആരെങ്കിലും ഒരാൾ എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് വന്നിരുന്നെങ്കിലെന്ന് ഞാൻ ചിന്തിച്ചിരുന്ന സമയമുണ്ടായി. എന്നാൽ ആത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അനേകരെ ആശ്വസിപ്പിക്കാനായിട്ട് കർത്താവ് എന്നെ ഉപയോഗിക്കുന്നെങ്കിൽ, ഈ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിറയുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ ത്യജിച്ചിട്ട് പുതിയൊരു മനുഷ്യനായി പുറത്തേക്ക് ഇറങ്ങും. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുന്നവരായി തീരും. യേശു ഈ ഭൂമിയിൽ ജീവിച്ചത് യേശുവിന് വേണ്ടി അല്ലല്ലോ, മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു. താൻ നന്മ ചെയ്തുകൊണ്ട് സഞ്ചരിച്ചെന്ന് ബൈബിളിൽ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലെ ഒരു വാക്യം നമുക്ക് വായിക്കാം. ആ വാക്യത്തിൽ നമുക്കത് കാണാനായി പറ്റും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിൻ്റെ 10-ാം അധ്യായം 38-ാം വാക്യം വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 38-ാം വാക്യം. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ ഒക്കെ സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം മതി. ഹല്ലേലൂയ. അപ്പോൾ നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതുകൊണ്ട്, ഹല്ലേലൂയ, ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് ഒരുവനെ നന്മ ചെയ്യാനായി പ്രാപ്തയാക്കുന്നത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ പ്രാപ്തനാക്കുന്നത്. ഇപ്പം എല്ലാവർക്കും നന്മ ചെയ്യണമെന്ന് ഒത്തിരി ആഗ്രഹമുള്ളവരാണ്, പക്ഷേ നമുക്ക് കഴിയുകയില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, എൻ്റെ ജഡത്തിൽ എനിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഈ ജഡത്തിൽ നന്മയില്ല, ഇച്ഛിക്കാത്ത തിന്മയത്രേ ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് പൗലോസ് പറയുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമുക്ക് നന്മ ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റും. നിങ്ങൾ പിന്നെ വീട്ടിലിരിക്കുന്നവരായി തീരത്തില്ല കേട്ടോ, അനേകരോട് സുവിശേഷം പറയുന്നവരായി തീരും. ഇന്ന് നിങ്ങൾ ആരെങ്കിലും 4 ചുവരുകൾക്ക് അടയ്ക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ, ആരാധനയ്ക്ക് പോകാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ, സുവിശേഷം പറയുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ, നിങ്ങളുടെ സാഹചര്യങ്ങളെ ദൈവം മാറ്റാനായി പോവുകയാണ്. ഹല്ലേലൂയ. ആത്മാവിൽ നിറയണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും സാഹചര്യങ്ങളെ കർത്താവ് മാറ്റാനായി പോകുന്നു. പുറത്തേക്ക് ഇറങ്ങാൻ, സുവിശേഷം പറയുവാൻ, അതുപോലെ സാഹചര്യങ്ങളെ നിങ്ങൾക്ക് ദൈവം ഒരുക്കി തരാനായി പോകുന്നു. ഹല്ലേലൂയ. നന്മ ചെയ്തുകൊണ്ട് ചുറ്റി നടന്നു, രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, കുരുടർ കണ്ടു, ഊമർ സംസാരിച്ചു, ചെകിടർ കേട്ടു, പക്ഷവാത രോഗികൾ എഴുന്നേറ്റ് നടന്നു. ഹല്ലേലൂയ. രക്തസ്രാവം പിടിച്ച സ്ത്രീ സൗഖ്യമായി, ലാസർ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. അങ്ങനെ നന്മകൾ ചെയ്തുകൊണ്ട് യേശു ചുറ്റി നടന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലത്രേ. ദൈവം തന്നോടുകൂടെ ഇരിക്കുന്നത് കൊണ്ടത്രേ. ഇന്ന് പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിറയുമ്പോൾ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. പിന്നെ നിങ്ങൾ പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും നിങ്ങളുടെ ഇഷ്ടമായിരിക്കത്തില്ല, ദൈവത്തിന്റെ ഇഷ്ടമായിരിക്കും. ഹല്ലേലൂയ.
അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥൻ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ആ ആത്മാവ് നമ്മളിലേക്ക് വരുമ്പോൾ ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും പിന്നെ നമ്മളായിരിക്കില്ല. ദൈവം നമ്മളോട് പറയും, മോളെ മോനെ നീ അവിടെ പോയി സുവിശേഷം പറയുക, അവന് വേണ്ടി പ്രാർത്ഥിക്കുക, അവന്റെ മുറിവുകളെ കെട്ട്, അവന് വേണ്ടി ആശ്വാസം പകർന്നു കൊടുക്കുക. പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെ പറ്റിയായിരിക്കില്ല. കാരണം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മേൽ അത് ആവസിക്കുമ്പോൾ ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും ദൈവമായി തീരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ഇച്ഛിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനാണ് പ്രവർത്തിക്കുന്നത്, അവനാണ് ഇച്ഛിക്കുന്നത്. നമുക്കെല്ലാം അറിയാം അല്ലേ? നമ്മളാണ് ഒരു കാര്യം തീരുമാനമെടുക്കുന്നത്, നമ്മളാണ് പ്രവർത്തിക്കുന്നത്. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തി നിറഞ്ഞു കഴിയുമ്പോൾ ഇച്ഛാശക്തി പോയി, അവന്റെ സ്വന്തം ഇഷ്ടങ്ങൾ അവന് പോയി, സ്വന്തം പ്രവൃത്തികളും പോകും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:13 പറയുന്നു, ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ദൈവം നമ്മളിലേക്ക് ഇറങ്ങി വസിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഇച്ഛയും പ്രവൃത്തിയും ഒക്കെ നമ്മുടേതായിട്ടുള്ളത് മാറും. അങ്ങനെയാണ് പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന ഒരുവൻ മറ്റുള്ളവരുടെ മുറിവുകൾ കെട്ടാനായിട്ട് ഇറങ്ങുന്നത്, സുവിശേഷം പറയാനായിട്ട് ഇറങ്ങുന്നത്. പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടങ്ങൾ പിന്നെ നമ്മൾ ഒരു സൈഡിലേക്ക് മാറ്റിവെക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ ഇല്ലാതാകുന്ന ഒരു ജീവിതശൈലി ഉണ്ടാവുകയും ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവം നമ്മളിലൂടെ ചെയ്യാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും, ഇതിനുള്ള കഴിവുകൾ എനിക്കില്ലല്ലോ, വിദ്യാഭ്യാസ യോഗ്യത എനിക്കില്ലല്ലോ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ശിഷ്യന്മാരുടെ യോഗ്യത എന്തായിരുന്നു? യേശു ശിഷ്യന്മാരെ സെലക്ട് ചെയ്തത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലായിരുന്നോ? ഇല്ല, ഒരിക്കലുമില്ല. തന്നോട് കൂടെ നിന്നവരെ, തനിക്ക് ബോധിച്ചവരെ താൻ തിരഞ്ഞെടുത്തു. താൻ നോക്കുന്നത് ഹൃദയത്തിനകത്തേക്കാണ്. നിങ്ങൾക്ക് കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ ഒരു ഹൃദയമുണ്ടോ? ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? എത്രത്തോളം നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കും? നിങ്ങൾ ദൈവത്തിനടുത്തേക്ക് വരുന്നത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടിയാണോ, അതോ മറ്റുള്ളവരെ കരുതാനാണോ? എല്ലാം കർത്താവ് നന്നായി നോക്കുകയാണ്. ഹല്ലേലൂയ. അതിനുശേഷമായിരിക്കും നമ്മളെ ദൈവത്തിന് ഉപയോഗിക്കാനായി കഴിയുക. ഹല്ലേലൂയ, സ്തോത്രം. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ നിങ്ങളുടെ സകല കുറവുകളെയും ദൈവം മാറ്റും. നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും, എനിക്ക് ജ്ഞാനമില്ല, ശക്തിയില്ല, ബലമില്ല, എനിക്ക് എങ്ങനെ സംസാരിക്കണമെന്നറിയില്ല. ഇതെല്ലാം നമ്മുടെ പ്രശ്നമായിരിക്കും. എന്നാൽ യെശയ്യാവ് പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിന്റെ ആത്മാവ്, വിവേകത്തിന്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ബലത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്, യഹോവ ഭക്തിയുടെ ആത്മാവ്. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ജ്ഞാനവും വിവേകവും ആലോചനയും എല്ലാം പകർന്നു തരാൻ ഈ പരിശുദ്ധാത്മാവിന് കഴിയും. ഹല്ലേലൂയ. അത് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകതയാണ്. നിസാരമായ ഒരു ആത്മാവാണ് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കരുതേ. ദൈവത്തിന്റെ ആത്മാവാണത്. ആലോചന തരാൻ കഴിയുന്നവൻ, കൗൺസിൽ തരാൻ കഴിയുന്നവൻ, ജ്ഞാനം പകരാൻ കഴിയുന്നവൻ, വിവേകം പകരാൻ കഴിയുന്നവൻ, ശലോമോന് ജ്ഞാനത്തെ കൊടുത്ത ദൈവത്തിന്റെ ആത്മാവാണ് എന്റെയും നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത്. യേശു ഭൂമിയിലായിരുന്നപ്പോൾ എത്ര ജ്ഞാനത്തോടെയാണ് താൻ വചനം സംസാരിച്ചത്. ഈ ഭൂമിയിലെ പുല്ലിനെയും താമരയെയും കടുകുമണിയെയും ഗോതമ്പ് മണിയെയും വിത്തുകളെയൊക്കെ എടുത്ത് താൻ ഉപമ പറഞ്ഞു. ഹല്ലേലൂയ. എത്ര സിമ്പിളായി മനുഷ്യരെ പഠിപ്പിച്ചു. പരീക്ഷന്മാർ അത്ഭുതപ്പെട്ടു. ശാസ്ത്രം അഭ്യസിക്കാത്ത ഇവൻ എത്ര മനോഹരമായി ശാസ്ത്രത്തിന്റെ അറിവുകൾ സംസാരിക്കുന്നു. ഇവനെല്ലാം എങ്ങനെ കഴിഞ്ഞു? ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഒരുവന് പഠിത്തം വേണമെന്നില്ല, ഈ ലോകത്തിലെ ഒന്നും അവൻ അറിയണമെന്നില്ല. എന്നാൽ അപാരമായ ജ്ഞാനത്താൽ അവന് ദൈവം നിറയ്ക്കാനായിട്ടിടയാകും. നമുക്ക് എത്രയോ ദേവദാസന്മാരുടെ അനുഭവങ്ങൾ അറിയാം. മലയാളം പോലും അറിയാത്തവർ ചില രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ ഇംഗ്ലീഷിൽ വളരെ സമയം അങ്ങ് സംസാരിക്കുകയാണ്. അവരെല്ലാം സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത് ഇംഗ്ലീഷ് പരിജ്ഞാനമില്ലാത്ത തങ്ങൾ ഇതാ സ്റ്റേജിലേക്ക് കയറിയപ്പോൾ മണിക്കൂറുകളിൽ ഇംഗ്ലീഷിൽ സംസാരിച്ചു. ഹല്ലേലൂയ. അതുപോലെ ഒന്നും അറിയാത്തവരാണ് നമ്മളെങ്കിലും ദൈവത്തിന് വേണ്ടി നമ്മൾ നിൽക്കാൻ തയ്യാറാകുമ്പോൾ, അഭിഷേകം നമ്മളിൽ നിറയുമ്പോൾ, എല്ലാ കൃപയാലും കൃപാവരങ്ങളാലും ജ്ഞാനത്താലും ബുദ്ധിയാലും ദൈവത്തിൻ്റെ ആലോചനയാലും സമൃദ്ധിയായി ദൈവം നമ്മളെ
നിറയ്ക്കാനായിട്ടിടയായി തീരും. ഹാലലൂയ. ഇന്ന് രാവിലെ സമയം ഞാൻ നിങ്ങളോട് പറയട്ടെ സഹോദരങ്ങളെ, ഹാലലൂയ, ആരെല്ലാം ഈ ആത്മാവിൽ നിറയപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നു, ആരെല്ലാം കർത്താവിന് വേണ്ടി നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, ഹാലലൂയ, അവരെ ദൈവം ഇന്ന് പകൽക്കാലം നിറയ്ക്കുവാനായിട്ട് പോവുകയാണ്. ആരെല്ലാം നിങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, അപ്പാ ഈ അഭിഷേകം എന്നിലേക്ക് പകരണമേ, തീയായി എൻ്റെ മേൽ അങ്ങ് ഇറങ്ങി വരണമേ. ഹാലലൂയ. അനേകരെ കരം പിടിച്ച് കയറ്റുവാൻ, അനേകരെ ദുഃഖത്തിന്റെ താഴ്വരയിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുവാൻ, അനേകരെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ, അനേകരെ പിശാചിന്റെ പിടിയിൽ നിന്നും സാത്താന്റെ അധികാരത്തിൽ നിന്നും തിരിച്ച് ദൈവത്തിന്റെ മുഖത്തേക്ക് കൊണ്ടുവരുവാൻ എന്നെയും കൂടെ ഉപയോഗിക്കണമേ എന്ന് എത്ര പേർ പറയുന്നു. അവർക്കായി ഞാൻ പ്രാർത്ഥിക്കാനായി പോകുക. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ. ഹാലലൂയ. കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അഭിഷേകത്താൽ ദൈവം അവരെ നിറയ്ക്കണം. എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന, മീഡിയയിലൂടെ ഇത് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ മക്കളുടെ മേൽ ഇപ്പോൾ അങ്ങ് കരം വെക്കണം കർത്താവേ. ഒരു അഭിഷേകത്താൽ അവരെ നിറച്ച് ദൈവം അവരെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകായിരങ്ങളെ ദൈവത്തിന് വേണ്ടി എഴുന്നേൽപ്പിക്കാനുള്ള ബലം ഇന്ന് പകൽക്കാലം അവരുടെ ഉള്ളിലേക്ക് പകരണം. പ്രാർത്ഥിക്കുവാനുള്ള തടസ്സങ്ങൾ മാറിപ്പോകണം. കുടുംബമായി രക്ഷയിലേക്ക് വരാത്തവർ യേശുവിൻ്റെ നാമത്തിൽ സകലരും രക്ഷയിലേക്ക് വരട്ടെ, യേശുവിനെ അറിയട്ടെ. അവർ മുഖാന്തരം അവരുടെ കുടുംബം മാറട്ടെ, ബന്ധുക്കൾ മാറട്ടെ, ദേശങ്ങൾ മാറട്ടെ. ഉണർവ് വ്യാപരിക്കുന്ന ഉണർവിൻ്റെ കേന്ദ്രങ്ങളാക്കി ദൈവം അവരെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ ദൈവരാജ്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും കാവലും അവരോട് കൂടെ ഇരിക്കണമേ. രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കർത്താവ് അവരെ അനുഗ്രഹിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.